മൊത്തം ടൈം ലൈൻസിനെയും പിടിച്ചു നിർത്തിയിട്ട് മാർവലിൽ തന്നെ ഏറ്റവും പവർഫുൾ ഗോഡായിട്ടുള്ളത് ഇപ്പം നമ്മുടെ ലോക്കിയാണ്. അങ്ങനെയുള്ള ആ ലോക്കീനെ തന്നെ കൊന്നിട്ടാണ് നമ്മുടെ ഡോക്ടർ ഡൂം ആ പുള്ളിയുടെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ട് ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലീക്സൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഈ ലോക്കിയും ഡോക്ടർ ഡൂമും തമ്മിലൊരു ഫൈറ്റൊക്കെ നടക്കുകയാണെങ്കിൽ ശരിക്കും അതിൽ ആരായിരിക്കും ജയിക്കുക? സോ അങ്ങനെ ഒരു ഫൈറ്റ് ശരിക്കും നടന്നിട്ടുണ്ട്. അതും ഇതേ ലെവൽ ഈ മൾട്ടിവേഴ്സൽ ലെവൽ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ലോക്കിയും അതേപോലെ തന്നെ ലെവൽ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഡൂമും തമ്മിലാണ് ഈ ഫൈറ്റ് നടത്തിയിട്ടുള്ളത്. സോ അതെന്തൊക്കെയാണെന്നും അതിൽ ആരാണ് ജയിച്ചതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ആദ്യത്തെ കാര്യം, എങ്ങനെയാണ് ഈ മൾട്ടിവേഴ്സൽ ലെവൽ പവർഫുൾ ആയിട്ട് ഈ ലോക്കി മാറുന്നത് എന്നുള്ള കാര്യം. ആക്ച്വലി ഈ യൂണിവേഴ്സിലുള്ള നമ്മുടെ ലോക്കി ചെറുതായിരിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ മാജിക് പവേഴ്സ് യൂസ് ചെയ്തിട്ട് തോറിനെ തന്നെ ട്രിക്ക് ചെയ്തിട്ട് തോറിനെ കൊന്നിട്ടുണ്ടാവും ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെ ഒരുപാട് മിസ്റ്റിക്കൽ ആർട്സൊക്കെ പഠിച്ചിട്ട് പുള്ളി തന്നെ ആ അസ്ഗാർഡിൻ്റെ കിങ്ങും ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഓഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ലീപ്പ് ഉണ്ട്, ഓഡിൻ സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓഡിൻ ആ സ്ലീപ്പിലുള്ള ടൈമിൽ തന്നെ പുള്ളീനെ തൂക്കി ഫ്രോസ്റ്റ് ജയൻസിന് കൊടുത്തു കളയും. അങ്ങനെ ആസ്ഗാർഡിൻ്റെ തന്നെ കിങ്ങായി ദ ഗ്രേറ്റസ്റ്റ് ഗോഡ് ഓഫ് ഓൾ ടൈം ആയിട്ട് പുള്ളി ആ ആസ്ഗാർഡിനെ തന്നെ റൂൾ ചെയ്യാണ്. പക്ഷെ അപ്പോഴും എന്തോ ഒരു ശൂന്യത പുള്ളിക്ക് അനുഭവപ്പെടുകയാണ്. അങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആൻസേഴ്സിന് വേണ്ടിയിട്ട് ലോക്കി പുള്ളിയുടെ തന്നെ മൾട്ടിവേഴ്സൽ വേർഷൻസിനെ മീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവരുടെ അടുത്ത് ഈ ലോക്കിക്ക് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഓരോരുത്തരെ വിളിച്ചിട്ട് പുള്ളി കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ഈ ലോക്കിക്ക് എൻഡ് ഓഫ് ദി ഡേ ഒരു കാര്യം മനസ്സിലാവുകയാണെങ്കിൽ മൾട്ടിവേഴ്സിലുള്ള ഏത് ലോക്കിയാണെങ്കിലും അവസാനം പിന്നീന്ന് കുത്തുന്നുള്ള കാര്യം. അങ്ങനെ ഈ ലോക്കി ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നതിന് പകരം പുള്ളി ഓരോരോ യൂണിവേഴ്സുകളിലേക്ക് പോയിട്ട് ഓരോ വേരിയൻസിനെ കണ്ടുമുട്ടാൻ തുടങ്ങി. അങ്ങനെ പുള്ളി ഒളിച്ചിരുന്ന് നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ലോക്കി ഈ അവഞ്ചേഴ്സിൻ്റെ തന്നെ ഒരു ആബ്സല്യൂട്ട് പോയിൻ്റ് ആണെന്ന്. കാരണം ഏതൊരു സ്റ്റോറി ലൈനിലാണെങ്കിലും അവഞ്ചേഴ്സ് ഫസ്റ്റ് ഫോം ആവുന്നത് തന്നെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവഞ്ചേഴ്സ് തന്നെ ഫോം ആവത്തില്ല. അങ്ങനെ ഈ അവഞ്ചേഴ്സ് പുള്ളിക്ക് ഏറ്റവും ഒരു വലിയ ത്രട്ടായെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആ ലോക്കി പുള്ളിയുടെ ആ യൂണിവേഴ്സിൽ അവഞ്ചേഴ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തോറിൻ്റെ ഓൾറെഡി മരിച്ചിട്ടുണ്ടാവും, പുള്ളി കൊന്നിട്ടുണ്ടാവും തോറിനെ. അങ്ങനെ ആ മിയോണർ വേറെ ആരും പൊക്കി വേറൊരു തണ്ടർബോർഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റിക്കൽ ആർട്സൊക്കെ വെച്ചിട്ട് തോറിൻ്റെ ആ ഹാമർ എന്നെ കെട്ടിയിട്ടാണ്. മാത്രമല്ല ഐസിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ബോഡി അങ്ങനെ തന്നെ തൂക്കിയെടുത്തിട്ട് ജോത്തൻഹൈമിലിടാണ്. എന്നിട്ട് ടോണി സ്റ്റാർക്ക് ആണെങ്കിൽ ഒരിക്കലും അയൺമാൻ ആവാത്ത പോലെ നോക്കുകയാണ്. അങ്ങനെ മൊത്തം മിഡ്ഗാർഡും 9 റെലംസും ഈ ലോക്കി പുള്ളിയുടെ കൺട്രോളാക്കാണ്. പക്ഷെ അപ്പോഴാണ് ലോക്കിക്ക് വേറെ ഒരു പ്രശ്നം വന്നത്. കാരണം ഈ അവഞ്ചേഴ്സിന് എന്തായാലും പുള്ളി ഇല്ലാതാക്കി കഴിഞ്ഞു. പക്ഷേ ഈ അവഞ്ചേഴ്സിനൊക്കെ വലിയ വലിയ വില്ലന്മാരുണ്ട്. അങ്ങനെ ഈ വില്ലന്മാരെ എല്ലാവരും ഒറ്റയടിക്ക് ആ ലോക്കിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അതായത് നമ്മുടെ തോർ ദ ഗോഡ് ബുച്ചർ, താനോസ്, ഗാലാക്ടസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരികയാണ്. അങ്ങനെ ലോക്കിയും അവരായിട്ട് കിട്ടില്ലെന്ന് പോലെ ഇരുന്ന് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അവരെ എല്ലാവരെയും ലോക്കി ഡിഫീറ്റ് ചെയ്യാണ്. പക്ഷേ പുള്ളിയുടെ ആ മിഡ്ഗാർഡ് തന്നെ നശിക്കുക, അതായത് നമ്മുടെ എർത്ത് തന്നെ ആ ഫൈറ്റിൽ നശിച്ചു പോവാണ്. അങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടത്, പുള്ളിയുടെ ലൈഫിന് ഒരു പർപ്പസ് ഒന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലോക്കി നേരെ സൂര്യൻ്റെ ഉള്ളിൽ പോയി തന്നെ തപസ് ചെയ്യാണ്. അതായത് പുള്ളിക്ക് ചാവാൻ വേണ്ടിയാണ് പുള്ളി നോക്കുന്നത്. പക്ഷെ അപ്പോഴാണ് പുള്ളി മനസ്സിലാവുന്നത് പുള്ളിക്ക് ചാവാൻ പോലും പറ്റില്ല, അത്രയ്ക്കും പവർഫുള്ളായിട്ട് ലോക്കി മാറിക്കഴിഞ്ഞെന്ന്. അങ്ങനെയാണ് ലോക്കി ദ ഗോഡ് ക്വാറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗോഡ്സിൻ്റെ ഒക്കെ തന്നെ ഒരു ഗ്രേവ് യാർഡ് പോലത്തെ ഒരു സ്ഥലത്ത് എത്തുന്നത്. അങ്ങനെ അവിടുന്ന് ദ എൻഡ് ഓഫ് യൂണിവേഴ്സ് ആണത്. അതായത് ഇൻഫിനിറ്റിയുടെ തന്നെ ഒരു എൻഡാണത്. അതായത് എല്ലാ ഇൻഫിനിറ്റിക്കും ഒരു എൻഡുണ്ട്. ആ ഇൻഫിനിറ്റിയുടെ എൻഡിൽ നമ്മുടെ ലോക്കി എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പുള്ളിക്ക് കുറച്ച് റിയലൈസേഷൻസ് ഒക്കെ വന്നിട്ട് പുള്ളി ഈ അവഞ്ചേഴ്സിനെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് മൊത്തം മൾട്ടിവേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിവേഴ്സൽ ലെവലിൽ ആ ഗോഡ് ക്വാറിയിൽ ഒരു വാച്ച് ടവറും പുള്ളി കെട്ടി അവിടെ അവഞ്ചർ പ്രൈം എന്നുള്ള പേരിൽ മൾട്ടിവേഴ്സുകളിലുള്ള പല ഹീറോസിനെ റിക്രൂട്ട് ചെയ്തിട്ട് അവരുടെയൊക്കെ ഒരു ലീഡറായിട്ട് അവഞ്ചർ പ്രൈം എന്നുള്ള രീതിക്ക് പുള്ളി നിൽക്കുകയാണ്. അപ്പോഴാണ് പുള്ളിക്ക് വലിയൊരു ത്രെട്ട് വരുന്നത്. ദ കൗൺസിൽ ഓഫ് റെഡ് എന്ന് പറഞ്ഞിട്ട് മൾട്ടിവേഴ്സുകളിലുള്ള നമ്മുടെ മെഫിസ്റ്റോടെ തന്നെ ഒരു വലിയ ഗ്യാങ് ഈ ഗോഡ് ക്വാറിയിലുള്ള ആ വാച്ച് ടവർ അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ അവഞ്ചർ പ്രൈമിനെ, അതായത് ലോക്കിനെ കൊല്ലാൻ വേണ്ടി വരികയാണ്. അങ്ങനെ മെഫിസ്റ്റോയ്ക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ മെഫിസ്റ്റോ പുള്ളീനെ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെയും കൂടി ഹെൽപ്പിന് വിളിക്കുകയാണ്. അതെ, എർത്ത് 616 ഡോക്ടർ ഡൂമിനെ. പക്ഷെ ഡോക്ടർ ഡൂം മെഫിസ്റ്റോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ പുള്ളിയുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ മെഫിസ്റ്റോനെ തന്നെ ഒഴിവാക്കിയിട്ട് പുള്ളിക്ക് മൊത്തം കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഡോക്ടർ ഡൂമും മൊത്തം മൾട്ടിവേഴ്സുകളിലും ചെന്നിട്ട് എല്ലാ ഡോക്ടർ ഡൂംസിൻ്റെ വേരിയൻസിനെ റിക്രൂട്ട് ചെയ്തിട്ട് ദ കൗൺസിൽ ഓഫ് ഡൂം എന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗോഡ് ക്വാറിയിലേക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അവഞ്ചർ പ്രൈമുമായിട്ട്. പക്ഷെ ആ മൊത്തം കൗൺസിൽ ഓഫ് ഡൂമിനെയും ഒരൊറ്റ ബ്ലാസ്റ്റിൽ നമ്മുടെ ലോക്കി പ്രൈം ഇല്ലാതാക്കാണ്. പക്ഷെ പുള്ളിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിവേഴ്സിലുള്ള അവഞ്ചേഴ്സിന് തന്നെ പല വേരിയൻസിനെയും പുള്ളി അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും.
അങ്ങനെ ആ അവഞ്ചേഴ്സൊക്കെ ലോക്കിയുടെ ഒരു വേരിയൻ്റ് ആണോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അവഞ്ചർ പ്രൈം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ മേളിൽ തന്നെ അവർക്ക് ഒരു വിശ്വാസക്കുറവ് വരികയാണ്. പക്ഷേ എങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലോക്കി ആ അവഞ്ചേഴ്സിൻ്റെ കൂടെ ആ ഡൂമുകളെയൊക്കെ എതിർത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെയിൻ ഡോക്ടർ ഡൂം പുള്ളിയുടെ മാജിക് പവേഴ്സും സോസർ സുപ്രീമിൻ്റെ പവേഴ്സൊക്കെ വെച്ചിട്ട് ആ അവഞ്ചർ പ്രൈമുമായിട്ട് 1-on-1 ഫൈറ്റിന് പോവാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഡൂമും പറയാണ്, ഇപ്പം പറടാ ശരിക്കും പവർഫുൾ സോസറർ ആരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോക്കിക്ക് താങ്ങാൻ പറ്റത്തില്ല ഡോക്ടർ ഡൂമിനെ. ആ ഒരു ടൈമിൽ ഡൂമിനെ അടിച്ചിട്ടിട്ട് പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നെമോർ വരികയാണ്. പക്ഷെ ആ നെമോറിനൊക്കെ ഒരേറ്റ കയ്യിൽ തൂക്കി എറിയാണ് ഡോക്ടർ ഡൂം. എന്നിട്ട് ഡോക്ടർ ഡൂം ആണെങ്കിൽ ആ അവഞ്ചർ പ്രൈം ലോക്കിയുടെ നെറ്റിയിൽ ഒരു കണ്ണ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, ഈ മൊത്തം മൾട്ടിവേഴ്സിനും കൺട്രോൾ ചെയ്യുന്ന പോലത്തെ, അത് പുള്ളിയുടെ നെറ്റി തന്നെ പിഴുതെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലോക്കി ആണെങ്കിൽ പുള്ളിയുടെ സകല മൾട്ടിവേഴ്സൽ പവേഴ്സും വെച്ചിട്ട് ഡോക്ടർ ഡൂമിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ഡൂം അതൊക്കെ ഓവർ പവർ ചെയ്തിട്ട് ലോക്കിനെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ലോക്കി ആണെങ്കിൽ പുള്ളിയുടെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഡോക്ടർ ഡൂമിനെ അവിടെ കെട്ടിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഡൂം അതൊക്കെ പൊട്ടിച്ച് വരികയാണ്. ആ ടൈമിലാണ് ഇതിനൊക്കെ മെയിൻ കാരണമായിട്ടുള്ള മെഫിസ്റ്റോയും പുള്ളിയുടെ മൊത്തം കൗൺസിൽ ഓഫ് റെഡും അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ടിട്ടുള്ള ഡൂമിന് പിടിക്കുമോ? സിമ്പിളായിട്ട് തന്നെ ആ മെഫിസ്റ്റോനെ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം അവിടെ ഡിഫീറ്റ് ചെയ്യാണ്. അതായത് മൊത്തം ആ മെഫിസ്റ്റോയുടെ ആ മൾട്ടിവേഴ്സൽ ഗ്യാങ്ങിനെയും. അതായത് ഡോക്ടർ ഡൂമിന് ഓൾറെഡി ഒരു കൗൺസിൽ ഓഫ് ഡൂം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് അവഞ്ചേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മെയിൻ ഡോക്ടർ ഡൂമാണ് ഈ അവഞ്ചർ പ്രൈമായിട്ടും മെഫിസ്റ്റോസൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മെഫിസ്റ്റോസിനെയൊക്കെ കൊന്നിട്ട് അവരുടെ ഉള്ളിലുള്ള എന്തോ ഒരു മൾട്ടിവേഴ്സൽ ലെവൽ പവർ പുള്ളി അബ്സോർബ് ചെയ്യാണ്. അങ്ങനെ പുള്ളിനെ ഇനി പിടിച്ചാൽ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അപ്പം തന്നെ ആ മൾട്ടിവേഴ്സൽ പവർ പുള്ളിയുടെ ആ കയ്യിലുള്ള ആ ടൈമിൽ തന്നെ പെട്ടെന്ന് അത് വലുതാവാൻ തുടങ്ങുകയാണ്, ഒരു ബ്ലാക്ക് ഹോൾ പോലെ. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ആൻഡ്മാൻ അത് പുള്ളിയുടെ പിൻ പാർട്ടിക്കിൾ വെച്ചിട്ട് വലുതാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ഡൂം അവിടെ ഒരു കല്ലായി മാറിയ ആ ടൈമിൽ തന്നെ ആൻഡ്മാൻ പുള്ളിയുടെ വീണ്ടും പിങ്ക് പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഡോക്ടർ ഡൂമിനെ ചെറുതാക്കി മാറ്റുകയാണ്. എന്നിട്ട് അവഞ്ചർ പ്രൈമായിട്ടുള്ള ലോക്കി പുള്ളിയുടെ സകല പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ കല്ലായി മാറിയിട്ടുള്ള ആ ഡൂമിനെ ആ ഗോഡ് കോറയുടെ ഉള്ളിലേക്ക് തന്നെ അടിച്ച് താത്തുകയാണ്. അങ്ങനെ ഇവിടെയാണ് ആ ഫൈറ്റ് തീരുന്നത്. ഇപ്പം തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ആരാ ജയിച്ചിട്ടുള്ളതെന്ന്. അതായത് ഇവിടെ അവഞ്ചർ പ്രൈമായിട്ടുള്ള ലോക്കി മൊത്തം മൾട്ടിവേഴ്സിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിലും ഏതാണ്ട് അതേ ലെവൽ പവർഫുൾ തന്നെയാണ്. കാരണം മൊത്തം മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു അവഞ്ചർ പ്രൈമായിട്ടാണ് പുള്ളിയുള്ളത്. അതും ഗോഡ് കോറിൽ തന്നെ ഒരു വാച്ച് ടവറും കെട്ടിയിട്ട്, മാത്രമല്ല ഒരുപാട് മൾട്ടിവേഴ്സൽ ഹീറോസിൻ്റെ ഒക്കെ പവേഴ്സും പുള്ളി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വില്ലൻസിനെയും, അതായത് ഗാലാക്ടസ്, താനോസിനെ പോലുള്ള എല്ലാ വില്ലൻസിനെയും ഒറ്റയടിക്ക് പുള്ളി ഡിഫീറ്റ് ചെയ്തു, ഒറ്റയ്ക്ക്. അങ്ങനെ അത്രയും മൾട്ടിവേഴ്സൽ ലെവൽ പവർഫുൾ ആയിട്ടാണ് അവഞ്ചർ പ്രൈമായിട്ടുള്ള ലോക്കി അവിടെ നിൽക്കുന്നത്. അതേസമയം നമ്മുടെ ഡോക്ടർ ഡൂമോ കാര്യമായിട്ട് പുള്ളിയുടെ പവേഴ്സൊന്നുമില്ല. പുള്ളിക്ക് ആകെ ഉള്ളത് പുള്ളിയുടെ ആ സോസറിയും, അതായത് പുള്ളിയുടെ യൂണിവേഴ്സിലെ സോസർ സുപ്രീമാണ്. മാത്രമല്ല പുള്ളിക്ക് എല്ലാത്തിനും റൂൾ ചെയ്യണമെന്നുള്ള ഒരു വെഞ്ചൻസും, അത്രേ ഉള്ളൂ. അതും വെച്ചിട്ടാണ് ഈ ലോക്കിനെ തന്നെ വെള്ളം കുടിപ്പിച്ചത്. ലോക്കിനെ മാത്രമല്ല മൊത്തം മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സിനെ തന്നെ. സോ ഡോക്ടർ ഡൂം ചില്ലറക്കാരനല്ല. ഈ ഡോക്ടർ ഡൂം നമ്മുടെ ഈ MCUലുള്ള ലോക്കിന് ഇനി എങ്ങനെയായിരിക്കും വെള്ളം കുടിപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആ പടം കണ്ട് തന്നെ അറിയാം. ഏതാണ്ട് ഒരു ധാരണയൊക്കെ കിട്ടി ആരാ ജയിക്കാൻ പോകുന്നത് ആരാ തോക്കാൻ പോകുന്നതെന്ന്. കാരണം ലീക്സൊക്കെ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും ബാക്കി നമുക്ക് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും ഇങ്ങനെ ഒരു ഫൈറ്റ് നടന്നാൽ ആരായിരിക്കും ജയിക്കുക? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.